ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഈസി ട്രിക്കാണ്. അതായത് നമ്മൾ ഗുളികത്തോടൊക്കെ ആവശ്യം കഴിഞ്ഞാൽ വലിച്ചെറിയില്ല പതിവ്. ഇനി എല്ലാവരും അതെടുത്ത് സൂക്ഷിച്ച് വെച്ചോളൂ. അതുകൊണ്ട് നമുക്കൊരു പണിയുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. നമുക്കൊരു വാൾ ഡെക്കറാണ് ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് എന്തൊക്കെ വേണമെന്ന് ചോദിച്ചാൽ ഗുളികത്തോടുകൾ വേണം, പിന്നെ പേപ്പർ, സിസർ, കുറച്ച് ബീഡ്സ്. ഇത് സത്യം പറഞ്ഞാൽ ആവശ്യം വന്നില്ല കേട്ടോ, വീഡിയോയിൽ എടുത്തെന്നുള്ളൂ. പിന്നെ ഗ്ലൂ, A4 ഷീറ്റ്, കാർഡ്ബോർഡ്, പെൻസില്, മാർക്കർ. ഓക്കെ, ഇനി നമുക്ക് അത് വൃത്തിയാക്കാം. അപ്പോൾ ഗുളികത്തോടിൻ്റെ ബാക്കിലുള്ള സിൽവർ കളർ പേപ്പേഴ്സൊക്കെ ഞാൻ ചീന്തി കളയുന്നുണ്ട്. അതൊന്നും കൂടി വൃത്തിയാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ചുളുക്കൊക്കെ മാറ്റി ഏകദേശം വൃത്തിയായിട്ടുണ്ട്. പിന്നെ മുഴുവൻ നമുക്ക് വൃത്തിയാക്കാൻ പറ്റില്ല, എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് സിൽവറും റെഡും കോംബോ ആണ്. അപ്പോൾ ഏകദേശം എല്ലാതും വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനും ചുളുക്കും കളഞ്ഞ് നല്ല സെറ്റായി. ഇത് വെച്ചിട്ടാണ് നമ്മുടെ ബാക്കി പരിപാടി. അപ്പോൾ നമുക്കിനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോയാലോ. അപ്പോൾ ഇതിൽ നിന്ന് ഓരോ ബബിൾസ് നമ്മൾ വെട്ടിയെടുക്കണം. നല്ല വൃത്തിയിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കട്ട് ചെയ്താൽ ഇതാ ഈ രൂപത്തിലുണ്ടാവുക. അങ്ങനെ നമ്മൾ മുഴുവൻ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇതാ ഞാൻ ഇപ്പോൾ മുഴുവൻ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ നല്ല രസമല്ലേ. ഇനി നമുക്കിനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഒരു സ്ക്വയർ ഷേപ്പിലാണ് ഞാൻ കാർഡ്ബോർഡ് എടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ മേലെ A4 ഷീറ്റ് ഒട്ടിക്കും. നമുക്ക് വേണമെങ്കിൽ കളർ പേപ്പേഴ്സൊക്കെ ഉപയോഗിക്കാം. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് സിമ്പിളായി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് A4 ഷീറ്റ് എടുത്തത്. ഇനി നമുക്കത് കാർഡ്ബോർഡിൽ ഒട്ടിച്ചെടുക്കാം. നല്ല സ്റ്റിക്ക് ആയി ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ അത് ഒട്ടിയതൊക്കെ പോകുന്ന അത് വൃത്തികേടാകും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം ഒട്ടിച്ചെടുക്കാൻ കേട്ടോ. ഞാൻ ബാക്കി വന്നത് അതിൻ്റെ സൈഡിലേക്ക് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുണ്ട് കാർഡ്ബോർഡ്. അപ്പോൾ ഇതിൻ്റെ മേലാണ് നമ്മുടെ ബാക്കി പ്രൊസീജിയറൊക്കെ. പിന്നെ ഞാൻ കുറച്ച് ബീഡ്സും കൂടി, ബീഡ്സ് അല്ല, ഗുളികത്തോട് എടുത്തിട്ടുണ്ട്. ഇത് ഒരു പ്രത്യേക കളറായത് കൊണ്ട് എടുത്തതാണ്. ഇനി ഇത് ആവശ്യം വരും. ഫൈനൽ നമുക്കൊരു ട്വിസ്റ്റ് ഉണ്ട്, അത് നമുക്കിത് കാണാം. അപ്പോൾ പിന്നീടാണ് എനിക്കത് കിട്ടിയത്. അപ്പോൾ ഞാനിതിൽ ആഡ് ചെയ്തതാണ് കേട്ടോ. അതുകൊണ്ട് നമുക്കൊരു പണിയുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഇത് നമ്മുടെ ഷീറ്റിലേക്ക് ഒട്ടിച്ച്, അതാണ് നമ്മുടെ ഉദ്ദേശം. നമുക്ക് പലർക്കും പല ഡിസൈനിൽ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ഫ്ലവേഴ്സ് ആയിട്ടുള്ള ഒരു മോഡലാണ്. ആ വൈറ്റ് പേപ്പറിലേക്ക് നമ്മൾ ഫ്ലവേഴ്സ് ഒട്ടിച്ചെടുക്കാം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന മോഡൽ. അപ്പോൾ ഇനി നമുക്കത് ഓരോന്നും ഓരോ ഫോമായിട്ട് നമുക്ക് ചെയ്യണം. പലർക്കും പല മോഡൽ ചെയ്യാവുന്നതാണ്. ഞാൻ സിമ്പിളായിട്ട് ഫ്ലവർ ഉപയോഗിച്ചു തന്നുള്ളൂ. ഇനി ഓരോ സൈഡിൽ അത് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇനി ഒട്ടിച്ചെടുക്കാം. ഓരോന്നോരോന്ന് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കണം കേട്ടോ. ഇനി ഞാനിവിടെ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്നത് ഫെവിക്കോളാണ്. നിങ്ങൾക്ക് ഏത് പശ വേണമെങ്കിലും ഒട്ടിക്കാം. അത് പക്ഷെ ഒട്ടണം. ഏത് പശ എടുത്തിട്ടും കാര്യമില്ല, അത് ഒട്ടാത്ത പശ എടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാനിവിടെ ഫെവിക്കോൾ എടുത്ത് അതിട്ട് ഒട്ടുന്നുണ്ട്. അപ്പോൾ ഓരോ ഗുളികത്തോടിൻ്റെയും മേലെ പശ തേച്ച് അങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏകദേശം ഇതാ ഇങ്ങനെ ഒരു ഫ്ലവർ ആയിട്ടുണ്ട്. ഇനി അത് അടുത്തത് ചെയ്യാം. ഇനി ചെയ്യാൻ പോകുന്നത് സിൽവർ സെൻറ്ററിൽ വന്നിട്ട് അതിൻ്റെ സൈഡ് മുഴുവനും റെഡായിട്ടുള്ള കോമ്പൗണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ചെയ്തത് നടുവിൽ റെഡും ചുറ്റുവട്ടം സിൽവറും.
അങ്ങനെ ഒരു കോംബോയിലാണ് ഫുൾ ഫ്ലവേഴ്സ് ഞാൻ ചെയ്തെടുക്കുന്നത്. നമുക്ക് തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ വീടിൽ നമുക്ക് അലങ്കരിക്കാൻ പറ്റും. ഇപ്പോൾ ഇതാണ് ഫൈനൽ. ഇനി ഇതിൽ കുറച്ച് പണിയും കൂടി ഉണ്ട്, അപ്പോഴാണ് നമ്മൾ കംപ്ലീറ്റ് ആവുള്ളൂ. ഇനി അടുത്തത് ജസ്റ്റ് തണ്ട് വരച്ചു കൊടുക്കുകയാണ്. ആദ്യം പെൻസിലേറ്റ് ജസ്റ്റ് ഔട്ട്ലൈൻ വരയ്ക്കുന്നുണ്ട്, പിന്നീടാണ് സ്കെച്ച് കൊണ്ട് കൊടുക്കുന്നത്. ഞാനെടുത്തത് ബ്ലാക്ക് മാർക്കറാണ്, നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാം. ജസ്റ്റ് പെൻസിലേറ്റ് മാർക്ക് ചെയ്തിട്ട് ലാസ്റ്റ് പിന്നെ മാർക്കർ കൊണ്ട് ലൈൻ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി മാർക്കർ കൊണ്ട് വരയ്ക്കാം. ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഏത് ചെറിയ കുട്ടിക്ക് വേണമെങ്കിലും നമുക്ക് ഇത് ചെയ്ത് ശ്രമിക്കാൻ പറ്റും. അത്രയും സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. ഗുളികത്തോട് നമ്മുടെ വീട്ടിലെല്ലായിടത്തും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഓരോ ഡെക്കറേഷൻ ചെയ്യുകയാണെങ്കിൽ അതല്ലേ നല്ലത്, വെറുതെ കളയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, ഇപ്പോൾ ഫൈനൽ വരച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് തണ്ട് വരച്ചിട്ടുള്ള ഫ്ലവേഴ്സ്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ പേപ്പർ കൊണ്ടാണ്. അത് ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പേപ്പർ ഉപയോഗിക്കുന്നത്. ആദ്യം ഒരു കഷ്ണം പേപ്പർ എടുത്ത് ഈ ടൈപ്പിലാണ് ഞാൻ വെട്ടിയിട്ടുള്ളത്. ഇനി പെൻസിലിൻ്റെ ഒരു അറ്റം വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. അങ്ങനെ റോൾ ചെയ്ത് വരുമ്പോൾ നമുക്കൊരു സ്റ്റിക്ക് രൂപത്തിൽ അത് കിട്ടും. അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അപ്പോൾ ബാക്കി വന്നത് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ ഗ്ലൂ ചെയ്ത് അവിടെ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ ഫൈനൽ ഇതാ ഒരു സ്റ്റിക്കിൻ്റെ രൂപത്തിലാണ് അത് വരിക. ഇങ്ങനെ ഉണ്ടാവും. ഞാൻ കുറച്ച് കൂടുതൽ ചെയ്ത് വെച്ചു, അത് ഫ്രെയിമായി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്ര ചെയ്തത്. ഇനി നമുക്ക് 4 സൈഡിലും ആ പേപ്പർ അതിൻ്റെ അളവിന് വെട്ടി ഒട്ടിക്കാം. അപ്പോൾ ആദ്യം ഒരു സൈഡിൽ ഗമ്മ് തേച്ച് ഞാൻ ഒട്ടിക്കുന്നുണ്ട്, അതിന് ശേഷം അടുത്ത സൈഡ് ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒട്ടിക്കുമ്പോൾ കുറച്ച് ഭാഗം പുറത്തേക്കായിട്ടാണ് ഞാൻ വെട്ടിയിട്ടുള്ളത്, അല്ലാതെ കറക്റ്റ് അളവിനല്ല. ഇപ്പോൾ ഇതാ 4 സൈഡ് ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. ഇനിയാണ് ട്വിസ്റ്റ്. ഞാൻ നേരത്തെ എടുത്ത് വെച്ച ആ ഗുളികത്തോട് ഞാനിനി ഒരു ചട്ടിയുടെ രൂപത്തിലാണ് ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരച്ചിട്ട് ഗ്ലൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അതൊരു പ്രത്യേക കളറായതുകൊണ്ട് മാത്രമാണ് എടുത്തത്. ഞാൻ ബീഡ്സ് വെച്ച് ചെയ്യാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ അപ്പോഴാണ് എനിക്ക് ഇങ്ങനത്തെ കളറുള്ളൊരു ഗുളികത്തോട് കിട്ടിയത്. അപ്പോൾ ഇത് വെച്ച് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതെടുത്തത്. പക്ഷേ ഫൈനൽ ലുക്ക് സൂപ്പറായിരുന്നു. ഇതാണ് നമ്മുടെ വാൾ ഡെക്കർ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഇത് ഇങ്ങനത്തെ ഇത് ചെയ്ത് നോക്കുക. ഗുളികത്തോട് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ രൂപത്തിൽ ഏത് ഡിസൈൻ വേണമെങ്കിലും ചെയ്യാം. ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവരും. അപ്പോൾ ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണിത്. അപ്പോൾ ഇതാണ് വാളിൽ വെച്ചിട്ടുള്ള പിക്ചർ. നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ ജസ്റ്റ് A4 ഷീറ്റായിട്ട് ചെയ്തത്, എൻ്റെ അടുത്തിപ്പോൾ കളർ ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് പല കളേഴ്സ് യൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇനി അടുത്ത വീഡിയോ നമുക്കിനി പിന്നീട് കാണാം. ഓക്കെ, ബൈ.